ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിൽ ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. രക്ഷകനായ ദൈവം, ഇന്ന് നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നിന്റെ ബലഹീന അവസ്ഥയിൽ, നിന്റെ തകർച്ചയിൽ എല്ലാവരും നിന്നെ വെറുത്ത് അകറ്റി നിർത്തിയപ്പോൾ കർത്താവിൻ്റെ രക്ഷയുടെ കരം നിന്നെ തേടി വന്ന ആ അനന്തമായ സ്നേഹത്തിൽ ഈ രാത്രി നമുക്ക് വിശ്വസിക്കാം. അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമുക്ക് സാധിക്കട്ടെ. നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന, നമ്മുടെ ഹൃദയത്തെ പവിത്രമാക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രി നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കുന്ന നമുക്ക് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ നീ തെളിയിച്ചു കാണിക്കണമേ. നിന്റെ മഹത്വം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിന്റെ മഹത്വം കർത്താവേ എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ വസ്തുവകകളിൽ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഡിപ്രഷനിലായിരിക്കുന്നവർക്ക്, സ്ട്രെസ് കാരണം മനോവേദന അനുഭവിക്കുന്നവർക്ക് എല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ സന്ദർശിക്കും. അവിടുന്ന് നിങ്ങളുടെ വേദനകളെ ഏറ്റെടുത്തിരിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ യാചനകളെ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും, നിന്റെ എല്ലാ വിഷമങ്ങളും അവിടുന്ന് അറിയുന്നു. ഭയപ്പെടരുത്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്റെ ജീവിതത്തിൽ മഹത്വം ദർശിക്കാൻ ഇടയാക്കും. ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളെയും മറന്ന് സുഖമായ ഒരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണ്ണമായി കർത്താവിൽ വിശ്വാസമർപ്പിക്കാം. നാം മനുഷ്യരിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ബലഹീനതകളിൽ, പരാജയങ്ങളിൽ, നമ്മുടെ കുറവുകളിൽ, തകർച്ചകളിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ സമയം വേദനയിൽ കഴിയാതെ ഇന്ന് മുതൽ, ഈ രാത്രി മുതൽ കർത്താവിൽ വിശ്വസിക്കുക. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവേ, ഇത് എനിക്ക് താങ്ങാൻ കഴിയാത്ത വിഷയമാണ്, എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിഷയമാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ നീ തന്നെ പ്രവർത്തിക്കണം. നീയാണ് രക്ഷകനായ ദൈവം. എന്നെ രക്ഷിക്കുവാനായി നീ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഈ രാത്രിയിൽ എൻ്റെ എല്ലാ ടെൻഷനും മറന്ന്, സ്ട്രെസ്സിൽ നിന്ന് വിടുതൽ കിട്ടി, ഡിപ്രഷനിൽ നിന്ന് മോചനം കിട്ടി, കർത്താവിൽ സന്തോഷിക്കാൻ, സമാധാനം കണ്ടെത്താൻ ഈ രാത്രി എന്നെ സഹായിക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. ഈ പ്രാർത്ഥനയിൽ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ, യാത്രകളെ, ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെട്ട് വലിയ സൗഖ്യവും വിജയവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. അവിടുത്തെ സുരക്ഷിതത്വം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 24:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അവിടുത്തെ മഹത്വം ഈ രാത്രിയിൽ ഞങ്ങൾ ദർശിക്കുവാൻ കർത്താവേ, നിന്റെ രക്ഷയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് നീ ഞങ്ങളെ ആശീർവദിക്കണമേ.
ഈ രാത്രിയിൽ നിന്റെ രക്ഷയുടെ, നിന്റെ സൗഖ്യത്തിൻ്റെ, നിന്റെ നീതിയുടെ, നിന്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും ദുഃഖവും സ്ട്രെസ്സും ഡിപ്രഷനും മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് എത്രയധികം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ എങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി, വേദനകളെ നോക്കി, ഞങ്ങളുടെ പരിമിതികളെ നോക്കി ദുഃഖിക്കാതെ പരിമിതികളില്ലാത്ത ശക്തനായ ദൈവത്തിൽ നോക്കി, അവിടുത്തെ ശക്തിയിൽ നോക്കി, അവിടുത്തെ കൃപയിലും കാരുണ്യത്തിലും നോക്കി, അവിടുത്തെ നന്മയിൽ നോക്കി ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ എല്ലാ ഡിപ്രഷനിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും, വേദനാജനകമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി ദുഃഖിക്കാതെ കർത്താവിൻ്റെ കരുത്തുറ്റ രക്ഷയെ നോക്കി നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. അവിടുത്തെ സമാധാനം ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ ഉണ്ടാകും. നിങ്ങൾ ഭയപ്പെടുന്ന, ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരിലും ദൈവത്തിൻ്റെ രക്ഷ കടന്നു ചെല്ലുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, ഭവനത്തെ, വസ്തുവകകളെ സകല അന്ധകാര ശക്തികളിൽ നിന്നും രക്ഷിക്കുവാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മഹത്വം കടന്നു വരാൻ പ്രയാസമായ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഉപേക്ഷിച്ച് കളയാം. കർത്താവ് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യം നമ്മിലേക്ക് ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും മറന്ന് നല്ലൊരു ഉറക്കം കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ആര്യ മേരി സെലോമി റോയ്ക്ക് വേണ്ടിയും വേദ ജാക്വലിൻ ഫ്ലോറ റോയ്ക്ക് വേണ്ടിയും ഈ ട്വിൻ സഹോദരിമാരെ ഞാൻ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രായം അധികമായിട്ടും വിവാഹം നടക്കാത്ത ഈ മക്കളുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് വിവാഹം നടക്കാത്ത എല്ലാ മക്കളെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള അനുയോജ്യരായ പങ്കാളികളെ ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവെ തക്ക സമയത്തെത്തിച്ച് ഒരു നല്ല കുടുംബ ജീവിതം നയിക്കാനുള്ള ദൈവിക കൃപയും ചൈതന്യവും കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജോലിയിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി, ജോലി സ്ഥലത്തുള്ള സ്ട്രെസ് മാറ്റി, നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നതിന് അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ സമയം ഇവരോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കാരുണ്യം ഈ മക്കളെ ഈ രാത്രിയിൽ സമാധാനത്തിലേക്ക് നയിക്കട്ടെ, സന്തോഷത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ടേജ് റോയ്ക്ക് വേണ്ടി, ഒഫേലിയ റോയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുവാനും ആരോഗ്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് അവിടുത്തെ ഇഷ്ടം മാത്രം നിറവേറ്റുന്നതിനും ഈ മക്കളെ, ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവഹിതം ചെയ്യുന്ന ആർക്കും ഒരിക്കലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് അറിഞ്ഞ് നിവർത്തീകരിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വീടും സ്ഥലവും വിൽക്കുവാനുള്ളവർക്ക് അനുയോജ്യമായ ക്ലയൻസിനെ കൊണ്ടുവന്ന് അതിനുള്ള സാഹചര്യമൊരുക്കി അതിനുള്ള സാമ്പത്തിക അനുഗ്രഹം നൽകി അവരെ അനുഗ്രഹിക്കണമേ. വീടിനും വസ്തുവിനും മേലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും കർത്താവെ അകറ്റി നിർത്തി നിന്റെ പ്രകാശപൂർണമായ സാന്നിധ്യം, നിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിലും വസ്തുവകകളിലും നീ ദാനമായി നൽകിയ സകലതിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ, സൂക്ഷ്മതയോടെ, അപകടങ്ങൾ കൂടാതെ ഇവർ ഡ്രൈവ് ചെയ്ത് സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശത്രുക്കളുടെ ശല്യം കാരണം ദുരിതമനുഭവിക്കുന്നവർക്ക് രക്ഷയും സമാധാനവും ഈ രാത്രി മുതൽ നീ നൽകണമേ. ഇന്നുമെന്നും നീ മഹോന്നതനായ ദൈവമാണ്.
കർത്താവേ, നിന്റെ ശക്തിപ്രാഭവത്താൽ ശത്രുക്കൾ ഓടിയകലും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ ശത്രുദോഷങ്ങൾ അനുഭവിക്കുന്ന, ശത്രു ശല്യം കാരണം ജീവിതം ദുസ്സഹമായിരിക്കുന്ന എല്ലാവരുടെയും സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശയിൽ നിന്നും കർത്താവിൽ വിശ്വാസമർപ്പിച്ചാൽ പ്രത്യാശ കർത്താവ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. അതിനാൽ നിരാശ മാറി ഈ രാത്രിയിൽ പ്രത്യാശയോടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ, എൻ്റെ രക്ഷകനായ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. ഞാൻ ഭയപ്പെടേണ്ട കാരണമില്ല, ഞാൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അസ്വസ്ഥപ്പെടുന്ന മേഖലയിൽ എൻ്റെ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ജെയിംസിൻ്റെ മക്കൾ ജസ്റ്റിൻ ആൻഡ് ക്രിപ്റ്റിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഇവരോടൊപ്പം എല്ലാ യുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുന്നതിനും ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കുന്നതിനും സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം സന്തോഷപ്രദമാക്കുന്നതിനും ദൈവികമായ സാന്നിധ്യം എല്ലാ യുവാക്കൾക്കും നൽകി കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ വേദനകളെ നീ എടുത്തു മാറ്റി ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ എല്ലാ യുവാക്കൾക്ക്, മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സിബില ജോസഫിനും ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന എല്ലാ മറവിയും മനോവിഷമവും മാറ്റി നല്ലൊരു ജീവിതം നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ. മിനി ആശായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളൊന്നും കൂടാതെ, ആപത്തൊന്നും കൂടാതെ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടക്കാനും നല്ല ഒരു സൗഖ്യം കിട്ടുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഒത്തിരി കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഈ സമയം സാമ്പത്തികമായ പരാധീനതകളുള്ള എല്ലാവരെയും നീ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഈ മാസം ചിലവിന് വേണ്ട എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മറിയാമ്മ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ മകൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളുടെ വിവാഹവും ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസയ്ക്കും പ്രിയാറിനും വേണ്ടി അപേക്ഷിച്ചിട്ട് മാസങ്ങൾ വർഷങ്ങളായി കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിതമാർഗം ആഗ്രഹിക്കുന്നവർക്ക് ഈ രാത്രിയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കർത്താവേ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ മാറ്റി അവരുടെ ജീവിതത്തെ ഇനി മുതൽ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതി കേസുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളത്തെ ഞങ്ങളുടെ യാത്രയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. നാളത്തെ ദിവസം ഞങ്ങളെ കണ്ടുമുട്ടുന്ന എല്ലാവരെയും, ഞങ്ങൾ ഇടപഴകുന്ന കാര്യങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ശക്തിയിൽ, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്നിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ രക്ഷയുടെ കരം നിങ്ങളുടെ മേൽ വെച്ച് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ആശീർവദിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ പൂർണ്ണമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ, കരുതട്ടെ. നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി നല്ല ഒരു ഉറക്കം നൽകി രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളിലും കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് വിജയം നൽകി, മഹത്വം നൽകി, സകല അപകടങ്ങളിൽ നിന്നും രക്ഷിച്ച് നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കൂടുതൽ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ വീഡിയോ റെഗുലറായിട്ട് ഇടാൻ സാധിച്ചിട്ടില്ല. കാരണം ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായുണ്ട്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ചില താമസങ്ങൾ വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. പഴയ വീഡിയോകൾ കാണുക. കർത്താവ് തീർച്ചയായും നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കൂടി, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ വീഡിയോയിൽ കൂടി നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.